ഞാൻ സജിത, 45 വയസ്സ്. എനിക്കും എൻ്റെ അമ്മായിമ്മയ്ക്കും കിട്ടിയ ഭാഗ്യത്തെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഭർത്താവ് രമേശ് നായർ 50 വയസ്സ്, പ്രവാസിയാണ്. മകൻ ശരത് 25 വയസ്സ്, പ്രവാസിയാണ്. മകൾ സ്നേഹ ബാംഗ്ലൂരിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. രമണി നായർ 65 വയസ്സ്, ഭർത്താവിൻ്റെ അമ്മയാണ് ഇവരൊക്കെയും എൻ്റെ വീട്ടുകാരാണ്. എൻ്റെ 27 വയസ്സ് വരെ ഞാൻ പതിവ്രതയായിരുന്നു. പഠനകാലത്ത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ചില പ്രണയങ്ങൾക്കപ്പുറം മറ്റൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. ഭർത്താവല്ലാതെ മറ്റൊരാൾക്കും ഞാൻ എൻ്റെതായ ഒന്നും കൊടുത്തിട്ടും ഉണ്ടായിരുന്നില്ല. എന്നാൽ 27ാമത്തെ വയസ്സ് മുതൽ എൻ്റെ ജീവിതം മാറി തുടങ്ങി. അന്ന് മുതൽ ഇന്ന് 45 വയസ്സ് വരെ 18 വർഷമായി എൻ്റെ ലൈഫ് വേറെ ലെവൽ. അന്ന് മുതൽ ഇന്ന് 45 വയസ്സ് വരെ 18 വർഷമായി എൻ്റെ ലൈഫ് വേറെ ലെവലാണ്. വലിയ തറവാടൊന്നുമല്ല ഞങ്ങളുടേത്. ഉള്ളതൊക്കെ ഭർത്താവിൻ്റെ അച്ഛൻ വിട്ട് തെളിച്ചിട്ടുണ്ട്. നന്നായി കഷ്ടപ്പെട്ട് ജീവിച്ച കുടുംബമാണ്. ഇപ്പോൾ ഭർത്താവ് പ്രവാസം തുടങ്ങിയ ശേഷം ജീവിത നിലവാരം അല്പം മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് മാത്രം. അതുകൊണ്ടാണ് മകനെ പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിച്ചത്. ഇപ്പോൾ മകളെ പഠിപ്പിക്കുന്നതും ഭർത്താവ് പ്രവാസം നയിച്ചുണ്ടാക്കുന്ന പണം കൊണ്ടാണ്. വിവാഹം കഴിഞ്ഞ നാളുകളിൽ നല്ല പ്രായത്വം ഉണ്ടായിരുന്നു. 19ാം വയസ്സിൽ ഞാൻ വിവാഹിതയായിട്ടുണ്ട്. അത്യാവശ്യം പഠിക്കുമെങ്കിലും വീട്ടിൽ പ്രായത്വം കാരണം പ്രീ ഡിഗ്രി കഴിഞ്ഞ ശേഷം കെട്ടിച്ചു വിട്ടു. വിവാഹം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് 20ാം വയസ്സിലാണ് മകൻ ഉണ്ടാകുന്നത്. ഭർത്താവ് രമേശ് ഒരു ചെറിയ കടമർത്തി കിട്ടുന്ന വരുമാനമായിരുന്നു പ്രധാന ജീവിതമാർഗം. അമ്മായിമ്മ അടുത്തുള്ള ഷെറഫിന്റെ വീട്ടിൽ ജോലിക്ക് പോകും. മുപ്പത്തേക്ക് ജീവിക്കാനുള്ളത് അങ്ങനെ സംഭവിക്കും. വലിയൊരു ഫാമിലി എന്ന് പറയുന്നത് അങ്ങനെ വീട്ടു ജോലി ചെയ്ത് ജീവിക്കേണ്ടവരല്ല. പക്ഷേ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഉള്ളതൊക്കെ വിട്ട് തെളിച്ചാൽ പിന്നെ കിട്ടുന്ന ജോലിക്ക് പോയാലേ പറ്റൂ. അങ്ങനെയാണ് രമേശിന്റെ അമ്മ രമണി ഷെറഫിന്റെ വീട്ടിൽ ജോലിക്ക് പോയി തുടങ്ങിയത്. ഷെറഫ് ഗൾഫിലാണ്. ഭാര്യ റമലയും കുട്ടികളുമാണ് വീട്ടിൽ. അവർക്ക് തന്നെ ഡീസൻ്റ് ആളുള്ള ഇതിനെല്ലാം അമ്മയ്ക്ക് അവിടെ പോയി ജോലി ചെയ്യുന്നതിന് പ്രയാസമില്ലായിരുന്നു. 20ാം വയസ്സിൽ മകനെ പ്രസവിച്ചതോടെ എൻ്റെ വലിയ ശരീരപ്രവർത്തനമാകെ മാറി. അന്ന് മുതൽ സാരിയായിരുന്നു പ്രധാന വേഷം. പുറത്തൊക്കെ പോകുമ്പോൾ ആളുകൾ എന്നെ വല്ലാതെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അതിനിടെ 25ാമത്തെ വയസ്സിൽ മകളും പിറന്നു. അതോടെ നാം ഒന്ന് നമുക്ക് രണ്ടെന്ന തത്വം പാലിച്ചു. രണ്ടാമത്തെ പ്രസവിച്ചതോടെ ഞാൻ ഒന്നുകൂടി ചേർത്തു. എനിക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവിടെ വേദനകൾ വരാറുണ്ടായിരുന്നു. എൻ്റെ ഭർത്താവ് ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ ഞാൻ അങ്ങനെ സഹിച്ചു പോകുന്നെന്ന് മാത്രം. കുറേ ഞാൻ തന്നെ ഇല്ലാതാക്കാറുണ്ട്. അങ്ങനെ ഒരിക്കൽ അമ്മ ജോലിക്ക് പോകുന്ന വീട്ടിലെ ഷർഫക്ക അമ്മയോട് ഞാൻ കിടക്കി ചോദിച്ചു, രമേശിനെ കൊണ്ട് ആ പശുവിനെ മേയ്ക്കാൻ പറ്റുമോ നരമയെന്ന്. അമ്മയുടെ വിചാരം വീട്ടിലെ പശുവിനെ കുറിച്ചാണ് ഷർഫൊക്കെ ചോദിച്ചതെന്നാണ്. പക്ഷെ അയാൾ ഉദ്ദേശിച്ചത് ശരിക്കും എന്താണെന്ന് എനിക്ക് നല്ലപോലെ മനസ്സിലായി. അവനല്ലാതെ ആരും മേയ്ക്കാനോ അതിനെ എന്നെ കൊണ്ട് മേയ്ക്കാൻ പറ്റില്ല. അമ്മ മറുപടി പറഞ്ഞു. നാരമ എങ്ങനെ മേയ്ക്കാണ് അതിനെ? പെണ്ണുങ്ങളെ കൊണ്ടൊന്നും മേയ്ക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഇനമൊന്നും അല്ല അത്. അതിനെ മേയ്ക്കാൻ നല്ല ഒശിലുള്ള ആണുങ്ങൾ തന്നെ വേണം. ശരിയാ, പിടിച്ച കിട്ടാത്ത ഇനാണ്. അതിനെ മേയ്ക്കാൻ കുറച്ച് ഒശിര് വേണം. രമേശിന്റെ കച്ചവട തിരക്കിനിടയിൽ അതിന് വിശപ്പ് മാറ്റാൻ പറ്റും എന്ന് തോന്നുന്നില്ല. കുറച്ച് ദിവസത്തേക്ക് എനിക്ക് തന്നേക്കാൻ പറ, ഞാൻ നോക്കാം. ആരുദ്ദേശിച്ചാണ് പോയി പറയുന്നതെന്ന് ഓർത്ത് എനിക്ക് വല്ലാതെ തോന്നി. അമ്മയ്ക്കിത് മനസ്സിലാവുന്നില്ല. ഇത് മനസ്സിലായിട്ട് മനസ്സിലാവാത്ത പോലെ അഭിനയിക്കുകയാണോ? യുദ്ധകാലത്ത് നല്ലോണം ചെയ്തിട്ടുള്ള പാരമ്പര്യമാണല്ലോ പഴയ തലമുറയിലെ ഞങ്ങളുടെ കൂട്ടത്തിലെ സ്ത്രീകൾക്ക് ഉണ്ടാവുക. അത് വെച്ച് നോക്കുമ്പോൾ അമ്മയ്ക്ക് ഷറഫ് പറയുന്നതിൻ്റെ അർത്ഥം അറിയേണ്ടതാണ്. അവൻ്റെ കച്ചവടത്തിരക്കിനിടയിൽ അതിനെ നോക്കാൻ കഴിയില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇടയ്ക്ക് നീയും വേണേ നോക്കിക്കോ, അതിൻ്റെ വിശപ്പ് മാറിയാൽ മതി. നല്ലപോലെ വലിപ്പമുണ്ടെന്നായിരുന്നേ. നല്ലോണം പാലും കാണും. നല്ലപോലെ കറന്നെടുക്കാറില്ല അതിനെ. എന്തേ പാല് കുറവാണോ സജിതേ? ഇപ്രാവശ്യം ഷറഫൊക്കെ അമ്മയെ ഒഴിവാക്കി എന്നോട് ഡയറക്റ്റാണ് ചോദിച്ചത്. എനിക്ക് ആകെ എന്തുപോലെ തോന്നി. എങ്കിലും ഞാൻ പിടിച്ചു വന്നു. രമേശേട്ടനെ കടയിൽ പോകുന്ന തിരക്കിനിടയിലുള്ള കറവയല്ലേ, മുഴുവൻ കറക്കാതെ മൂപ്പര് പോകും. അവന് സമയമില്ലാത്തപ്പോൾ വേണമെങ്കിൽ ഞാൻ കറവ നടത്താം, അല്ലെങ്കിൽ ആകെ വീങ്ങും. ഇതൊക്കെ കറവ നന്നായി അറിയുമോ? എനിക്ക് കറവ നല്ല പരിചയമാണ്. ഇവിടെ മാത്രമല്ല, ഗൾഫിലെ 2 അറബി വീട്ടിൽ ഞാനല്ലേ കറക്കലും കൊടുക്കലും ഒക്കെ. അറബി വീട്ടിൽ കറവയുണ്ടോ? എത്ര എണ്ണത്തിന് കറവ നടത്തുന്നുണ്ട്? ഒരു വീട്ടിൽ 2 എണ്ണത്തിനെയും മറ്റൊരു വീട്ടിൽ ഒന്നിനെയും 3 എണ്ണത്തിന് ഡെയിലി കറവയുണ്ടോ? 3ഉം അറബി പശുക്കളാണോ? 2 അറബി പശുക്കളാണ്. ഒന്ന് ഫിലിപ്പീനിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ്. അവര് നല്ല പരിചയമാണ് മോളെ കറവയിലെ. നമുക്കും എന്ന് ഇവന്റെ കറവ എങ്ങനെയുണ്ടെന്ന് നോക്കണം. നാരമ്മ വെറുതെ പറയുന്നത് നോക്കണമെന്ന്. നാരമ്മ എന്റെ കറവയൊക്കെ നോക്കിയതാണ് പണ്ടേ തന്നെ. ഷെർഫുവിന്റെ സംസാരത്തിൽ ഞാനൊന്ന് ഞെട്ടി. അപ്പോൾ ഇത് മുന്നേ തുടങ്ങിയിട്ടുള്ളതാണല്ലേ? അമ്മയും ആകെ വല്ലാത്ത അവസ്ഥയിലായി. ഇങ്ങനെ തുറന്നു പറച്ചിൽ ഷെർഫുവിന്റെ വായിൽ നിന്ന് അമ്മ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ അത് അതെ, പണ്ട് നമ്മുടെ വീട്ടിലെ പശുവിനെ ഇവൻ കറവ നടത്തിയിരുന്നു. അതിനെക്കുറിച്ചാണ് അവൻ പറയുന്നത്. അവൻ പയ്യെ അവിടെ നിന്ന് സ്കൂട്ടായി. ഷർഫുക്ക എന്നെ കണ്ണിറുക്കി കാണിച്ചു. ഞാൻ താഴോട്ട് നോക്കി. ആ പശുവിനെ നല്ല വേദന ഉണ്ടെന്ന് തോന്നുന്നു ചെയ്തേ. ഞാൻ ഇപ്പൊ തന്നെ കടന്നു നിർത്താലോ? അയ്യോ, ഇപ്പോഴോ? എപ്പോഴൊന്നും വേണ്ട, സമയമാവട്ടെ. അല്ല അക്ക, അറബി പശുവിനാണോ ഫിലിപ്പീനി പശുവിനാണോ പാല് കൂടുതൽ? ഫിലിപ്പീനി പശുവുകൾ പൊതുവെ പാലുള്ള സൈസാണ്. അല്ല, ഈ അറബികൾ 2 പശുവിനൊക്കെ പോറ്റുമോ? പിന്നില്ലാതെ. അങ്ങനെ ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലേക്കാണ് ഷാർഫഖാന്റെ ഭാര്യ റംല വന്നത്. റംല തെക്ക് ഗൾഫിൽ 2 അറബി പശുവിനെയും ഒരു ഫിലിപ്പീൻ പശുവിനെയും കറവയുണ്ടെന്ന്. ആയക്ക കറവ നടത്തിയാലേ ശരിക്ക് പാല് കിട്ടുമെന്ന് പറഞ്ഞ് അവരെന്ന് ഇക്കയെ കൊണ്ട് തന്നെ കറവ നടത്തിക്കും. പാവക്ക, ഈ കൂട്ടത്തേക്ക് അറിയില്ലല്ലോ ആളെ കിട്ടിയോണ്ട് ഇത്ര വലിയ ആളാണെന്ന്. ഇക്കയെ കൊണ്ട് വീട്ടിൽ ഒരു കറവ നടത്തിക്കണം. രമേശേട്ടൻ കറവ നടത്തിയിട്ട് പാല് കുറവാണ് കിട്ടുന്നത്. അതിനെന്താ, എപ്പോ വേണമെങ്കിലും ഇക്ക വന്ന് കറവ നടത്തി തരും, പറഞ്ഞാൽ മതി. ആ, നടത്തിക്കണം. അമ്മയും പറഞ്ഞത് ഇക്കയുടെ നല്ലതാണെന്നാണ്. അതിനിടെ അമ്മ കടന്നു. ഓ, ഇവിടുത്തെ കഥ ഇതുവരെ തീർന്നില്ലേ? എന്താ ചെയ്തേ? ആകെ നനഞ്ഞിരിക്കുകയാണല്ലോ. ഇതൊക്കെ നിങ്ങൾക്ക് മാറ്റിക്കൂടെ? ആ രമേശിനോട് പറഞ്ഞൂടെ നിനക്ക്? എൻ്റെ പൊന്നിത്താ, അങ്ങേർക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു ചിന്തയില്ല. അങ്ങേർക്ക് അങ്ങനെ ചിന്തകളുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ നടക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ വിഷമം പോലെ പറഞ്ഞു.
സാരമില്ല, നമുക്ക് എല്ലാത്തിനും ഒരു വഴി ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ഇത്ത സമാധാനിപ്പിച്ചു. അങ്ങനെ അവിടെ ജോലിക്ക് പോകുന്ന ദിവസങ്ങളിലെല്ലാം ഇക്കയും എനിക്ക് ഒത്തിരി ആശ്വാസം നൽകാറുണ്ടായിരുന്നു. എൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ അവർക്ക് അറിയാവുന്നത് കൊണ്ട് അവരെല്ലാ വിധത്തിലും എന്നെ സഹായിച്ചു. അങ്ങനെ ഒരിക്കൽ ഞാൻ ഇക്കയുടെ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഷാഫൊക്കെ വന്ന് എന്നോട് ചോദിച്ചത്, അല്ല സജിതേ, നിങ്ങളുടെ പശുവിൻ്റെ കാര്യം എന്തായി? അവൻ്റെ കറയൊക്കെ പറ്റിയോ? അതോ ഇപ്പോഴും ചെറുതുന്നുണ്ടോ അതേപോലെ? അയ്യോ ഉണ്ട് കാ, ഇപ്പോഴും അതിന് വല്ലാത്ത വേദനയാണെന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് അമർന്നത് കേൾക്കാം. പക്ഷേ ചെയ്തിട്ടൊന്നും ശരിയാവുന്നില്ല. ഇക്ക വന്ന് നോക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും ആയില്ലല്ലോ. അതിന് എങ്ങനെ എന്നെ സജിതയെ അപ്പോഴേക്കും ബ്രഹ്മത്തെ വന്ന് പറഞ്ഞു, ഇങ്ങേർക്ക് വല്ല നേരം വേണ്ടേ? ഞാനും കുറെ പറഞ്ഞത് അവിടെ പോയി ഒന്ന് അതിനെ നോക്കിയൊന്ന് ശരിയാക്കി കൊടുക്കാൻ. എന്ത് ചെയ്യാനാ? എന്നേക്കാ നമുക്കിപ്പോ പോയാലോ? ഈ ഉച്ച നേരത്തോ? അതിനെന്താ, രമേശേട്ടനും അമ്മയും ഒരു കല്യാണത്തിന് പോയിരിക്കുക. അവർ വരുമ്പോൾ എന്തായാലും വൈകുന്നേരം ആവും. അതിനു മുമ്പ് അപ്പോഴേക്കും നമുക്കതെല്ലാം ശരിയാക്കി വെക്കാം. അവർക്ക് എന്തായാലും ഒരു സർപ്രൈസ് ആവും, സന്തോഷമാവും. അതിൻ്റെ അലർജി എന്നെ കേൾക്കണ്ടല്ലോ. എന്നാ അതായിരിക്കും നല്ലത്. റംലത്ത പറഞ്ഞു, നിങ്ങൾ എന്തായാലും അവളെ കൂടെ ചെല്ലുക, അതൊക്കെ ശരിയാക്കി കൊടുക്ക്. പാവം എത്രയും ചില കഷ്ടപ്പെടുക. അതിൻ്റെ വിഷമം കേട്ടിട്ട് തന്നെ എനിക്ക് അല്ലാതെ തോന്നുന്നു. നിങ്ങളൊന്ന് പോയി ശരിയാക്കി കൊടുക്കും എന്നും പറഞ്ഞ് ഞാനും ഇക്കയും കൂടെ വീട്ടിലേക്ക് നടന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇക്കയുടെ ഒരു വളയട്ടം തന്നെയായിരുന്നു. എത്ര പെട്ടെന്നാണ് ഞങ്ങളുടെ പശുവിൻ്റെ അലർച്ച നിന്നതെന്ന് മനസ്സിലായതേ ഇല്ല. അത്രയും പെട്ടെന്നായിരുന്നു ഇക്കയുടെ കലാപരിപാടികളെല്ലാം. അപ്പോഴാണ് അമ്മ പറഞ്ഞ കാര്യം ഞാൻ ശരിക്കും ഓർത്തത്. ഇക്ക നല്ലൊരു കർമ്മക്കാരൻ തന്നെയായിരുന്നു, നല്ല തഴക്കമുള്ള ഒരു കർമ്മക്കാരൻ. ആ സമയം എനിക്ക് മനസ്സിലായി, ഇക്ക അവിടെ ഉണ്ടെങ്കിൽ എത്ര പശുക്കളുണ്ടെങ്കിലും നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരില്ല. അതുകൊണ്ട് ഒരു വലിയ ഫാം തുടങ്ങാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ഇക്കയോട് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇക്കയ്ക്കും സമ്മതമായിരുന്നു. ഇക്ക എല്ലാവിധ സപ്പോർട്ടും സഹായങ്ങളും ചെയ്തു തരാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ രമേശേട്ടനോട് പറഞ്ഞു. അങ്ങനെ രമേശേട്ടൻ കടയൊക്കെ നിർത്തി ഞാനും രമേശേട്ടനും കൂടി വലിയ ഫാം തുടങ്ങി. സഹായിക്കാൻ ഷർഫൊക്കെയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ടുള്ള ഞങ്ങളുടെ ജീവിതം വളരെ ഉയർന്ന നിലയിലായിരുന്നു കടന്നു പോയത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മോട്ടിവേഷണൽ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകില്ലല്ലോ. പുതിയ നല്ല കഥകളുമായി നിങ്ങൾക്ക് മുന്നിൽ ഇനി വരുന്നതായിരിക്കും. അതുവരെയും ബൈ ബൈ ഫ്രണ്ട്സ്.